തലേ ചുമന്നുകൊണ്ട് നമുക്കൊരു വാഴ കൊണ്ടുപോകാൻ പറ്റുമോ? അതാണ്ട് 3-3.5 വയസ്സുള്ള നല്ല സുന്ദരമായ വാഴ, ഡബിൾ മഹോയ്, രണ്ട് കൊല, ഒരു സമയത്ത് 2 കൊല വരെ കായ്ക്കാൻ സാധ്യതയുള്ള ലോകത്തിലെ ഏക വാഴ എന്നറിയപ്പെടുന്ന സാധനം ഇപ്പം കിട്ടിയിട്ട് 3 കൊല. ഒരു വാഴ കൊലയ്ക്കാൻ എത്ര നാൾ വേണം? ഏകദേശം നല്ല വെയിറ്റ് ആട്ടാ, ഏകദേശം 1-1.25 വയസ്സ് ഇല്ലേ, മാക്സിമം 3 കൊല്ലമായി. 3-4 തൈ പൊട്ടി, ഇതുവരെ കായ്ച്ചിട്ടില്ല. കഴിഞ്ഞ കൊല്ലം നിങ്ങൾ തന്നെ വന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അടുത്ത വർഷം കായ്ക്കാൻ, അടുത്ത കൊല്ലം കായ്ക്കാൻ ഒരു രക്ഷയില്ല. വീണ്ടും 3-4 തൈയൊക്കെ ആയിട്ട് നല്ല അടിപൊളി. എങ്ങനെയുണ്ട്? വെച്ചിട്ട് 4 വർഷമായിട്ട് ഇതുവരെ ഈ സാധനം കായ്ച്ചിട്ടില്ല. അത് തെളിവാണ്, തെളിവ് സഹിതം. കുറെ തൈകൾ പൊട്ടി അല്ലേ? ഒരുപാട് കമന്റ് വന്ന് ഇത് കായ്ക്കോ അതോ ഇതാന്നൊക്കെ പറഞ്ഞോണ്ട്, പക്ഷേ കണ്ടില്ലേ ഇതുവരെ ലോകത്തിലെ ഏറ്റവും ചെറിയ വാഴ. അത് നല്ല വെയിറ്റ് ഉണ്ടല്ലേ? നല്ല വെയിറ്റ് ആട്ടാ. ശരി, അയ്യോ ഒരു രക്ഷയില്ല. ഇത് കൊണ്ടുവന്നപ്പോ എത്ര ഉണ്ടായിരുന്നു ചേട്ടാ? ഇത് കുഞ്ഞായിരുന്നു, തീരെ ചെറുത്. പക്ഷെ ഇപ്പോഴും അത് തീരെ ചെറുത് തന്നെ. കാണുന്ന നല്ല അല്ലേ? കുറഞ്ഞത് ഒരു 70-80 കിലോ വെയിറ്റ് കൺഫേം. ലോകത്തിലെ ഏറ്റവും ചെറിയ വാഴയാണ് ഈ കാണുന്നത്. 4 വർഷമായിട്ട് നമ്മുടെ കുമാർ നഴ്സറിയിൽ ഇതുവരെ കായ്ക്കാൻ പ്രതീക്ഷ ഇതുവരെ കായ്ച്ചിട്ടില്ല. 4 കൊല്ലം. ഇതിന്റെ തൈ ഉണ്ടാ വേറെ? ഇതിന്റെ തൈന്റെ മൂട്ടി വരുന്ന 3 തൈ തന്നെ. അത് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റുമോ? നോക്കാം, ശ്രമിക്കാം. കാര്യം എന്ന് പറഞ്ഞാല് പ്ലാന്റ് നോക്കുപോയി ഒരു രക്ഷയില്ല. കഴിഞ്ഞ 1.5 കൊല്ലം മുമ്പ് ബായി എടുത്തിട്ടൊരു വീഡിയോ ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഇതാണ്ടേ ഇപ്പൊ നോക്കി, 1, 2, 3. അന്നും ഇത് 3-4 തന്നെ. ആർക്കും കൊടുക്കാനൊന്നും ഇതുവരെ അന്നും പറ്റിയിട്ടില്ല. ഇത് നമുക്ക് ഇനി ഇളക്കണം. ഇതൊരു കൗതുകത്തിന് വേണ്ടി സത്യം എന്ന് പറഞ്ഞാൽ ഇത്രയും 3-4 കൊല്ലമായിട്ട് ഒരു വാഴ കൊലയ്ക്കാതെ അതേ അളവില് അന്നെങ്ങനെ ഇരുന്നോ അതേപോലെ തന്നെ ഇന്നും അതിരിപ്പുണ്ട്. 2 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വീഡിയോ എടുക്കാം. ഇത് മൂസ ഡബിൾ മഹോയ് എന്നായിരുന്നു പറഞ്ഞ വെറൈറ്റി വന്നത്. പക്ഷെ ഇതിനെ കൊലച്ചിട്ടില്ല. പക്ഷെ ഇതാണ് അതിന്റെ വെറൈറ്റി എന്ന് തോന്നുന്നു. പക്ഷെ ഒരു രക്ഷയില്ല. ഈ ചട്ടിക്കകത്താണ് അന്ന് വന്നത്, ഇപ്പോഴും ഇരിക്കുന്നത്.